ഞാന് മുട്ട തിന്നു. ഇത് സുഖീന് മുട്ട തരുന്നില്ല. മുട്ട 4 ഇടാം. അതിൽ ഇമ്മമ്മ ഒരു പ്ലേറ്റ്, അതിന്റെ പൈസ ഉമ്മമ്മ വെക്കേണ്ടി വരും. പഠിച്ചേ 3 ഈ വീഡിയോ കാണുന്നുണ്ടോ? എന്നും കാണോണ്ടിട്ടോ. പെണ്ണിന് മുതലായില്ലേ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മള് കൊറേ ദിവസമായില്ലേ അമ്മ പെരീന്നൊന്ന് മാറുന്നിട്ട്, അതായത് പുറത്തേക്ക് എങ്ങോട്ടേലൊക്കെ പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കണം വിചാരിച്ചിരിക്കാണ്. അപ്പൊ നമുക്ക് അതിന് പറ്റിയൊരു ടൈം കിട്ടിയില്ല. അപ്പോഴാണ് നമ്മളെ ചെക്കന്മാര് മുന്ന, നബീല്, പിന്നെ നബീലിന്റെ കൂട്ടുകാരൻ സുഹൈല് ഇപ്പൊ ചെക്കന്മാര് പെരീക്ക് വന്നപ്പോ ഓല് പറഞ്ഞാണ് വാ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞതാണ്. നാട്ടിലൊരു അടിപൊളി സ്ഥലം ഉണ്ട്, അവിടെ പോയാണ് ചായ കുടിച്ചറിഞ്ഞാണ്ട് വന്നതാണ്. അപ്പം അങ്ങോട്ട് പോയേക്കാൻ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അവിടെ അടിപൊളി സ്ഥലമാണ്, നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും നോക്കിയില്ല ഗൈസ്. എന്നാ പിന്നെ അവിടെ പോയിട്ട് ഓരോരുത്തർ ചായക്ക് ഒന്ന് കുടിച്ചിട്ടൊന്ന് പോരല്ലേ. നല്ല വൈകുന്നേരം ടൈമാണ്, നല്ല ബെസ്റ്റ് ടൈം, 5 മണിയാ ടൈമാണ്. വണ്ടി ഇല്ല, നമ്മള് വേഗം മുന്നന്റെ വണ്ടി വാങ്ങി. കാരണം 2 വണ്ടി വാങ്ങല നമുക്ക്. പിന്നെ നബീലിന്റെ വണ്ടി ഉണ്ട്. എന്നാ നമുക്ക് ഇറങ്ങില്ലമ്മ. എന്നാ ബാ ഇറങ്ങിക്കോളി. നേരെ ഇവിടെ എത്തിയിട്ട് ഒരു കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇമ്മമാനെ കൊണ്ടേക്കോ, ഞാൻ മനെ കൊണ്ടുപോകാം. ഉമ്മ മുന്നേണ്ടി വണ്ടിമ്മ കയറി. ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞത് അല്ലേ? അല്ല പൈസ എടുക്കണോ? നബീലിന്റെ ചെലവ്. അപ്പൊ ഗൈസ് നമുക്ക് എന്താ പോയി നോക്കാം. ഗൈസ് ഞങ്ങള് പറഞ്ഞില്ലേ നല്ല തിരക്കുള്ള ഏരിയ ആണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ വ്ളോഗ് എടുക്കാന്ന് തന്നെ അറിയണില്ല. നമ്മളെ ചെക്കന്മാരോട് കാത്തിക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. തിരക്കാണല്ലോടാ. ഞങ്ങളാണ്ട് ഉമ്മമാക്ക് മൂത്രമൊഴിച്ചാൽ പറഞ്ഞിട്ട് പോയത്. ഞങ്ങൾ പറഞ്ഞു തിരക്കുണ്ടാവുന്നു. ഇവിടെ നേരത്തെ വന്നാണ് സീറ്റ് ബുക്ക് ചെയ്തേ, അതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? സീറ്റ് ബുക്ക് ചെയ്താ പറഞ്ഞോ? ഗൈസ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ആംബിയൻസിൽ ഏതോ പാടത്തിന്റെ നടുവില്, പാടത്തിന്റെ ഒരു സൈഡില്, പാടത്തിന്റെ ഒരു സൈഡില് സ്ഥലം കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. ഇവിടെ സ്ഥലം വാങ്ങിയാലോ? ഗൈസ് നബീലിന്റെ സ്ഥലം ഇവിടെ അടുത്തായിട്ടാണ് വരുന്നത്. ഓന്റെ ഏരിയ ആണ് അല്ലേ? അത് പറഞ്ഞങ്ങൾ എന്തേലും വണ്ടി പോന്നിട്ട് എന്താ പറഞ്ഞ എന്തേലും പറയാ. അതിന് പെരട്ടെ നമുക്ക് നോക്കാം. എന്താ പറയാ വരുന്നുണ്ടോ? വാടാ. എന്തൊക്കെയല്ലേ ഹിന്ദുജി? ഓനെ കാട്ടണ്ട കാരണ്ട. പറ എന്തല്ലേ? നമുക്ക് എല്ലാം അനക്കല്ലേ ഇവിടുത്തെ ഇത് അറിയാ? എന്താ അടിപൊളി സാധനം പറഞ്ഞോ? മുട്ട ബജി കഴിക്കാ, മുളക് ബജി ഉണ്ട് അടിപൊളിയായിട്ടുള്ളത്. ചായ എല്ലാവർക്കും ചായ അറിയില്ലേ? എനിക്ക് മകൻ ചായ എന്താണ് എനിക്ക് ബൂസ്റ്റ് ഉമ്മമാക്ക് എടാ ഹോർലിക്സ് വെക്കണം. തണുപ്പുണ്ടാവും കുറച്ച്. ഹോർലിക്സിനോ ബൂസ്റ്റ് തണുപ്പുണ്ടാവില്ല. ബൂസ്റ്റ് അല്ലേ മറ്റേ സാധാ ചായന്റെ ആളല്ലേ? അനക്ക് ബൂസ്റ്റ് ഒരു അനക്കോ? എനിക്ക് മധുരമില്ലാത്ത ഹോർലിക്സ്. മധുരമില്ലാത്ത ഹോർലിക്സ്. അവിടെ സാധനം എന്താ വെള്ളം ചായ 2 ബൂസ്റ്റ്. അനക്ക് ബൂസ്റ്റ് അല്ലേ? 3 ബൂസ്റ്റ്, ഒരു ഹോർലിക്സ് വിത്തൗട്ട്, 2 ചായ, അതിലൊന്ന് വിത്തൗട്ട്. എന്തൊക്കെയാ പറഞ്ഞിട്ട് നമുക്കത് വരുമ്പോ കാണാം. കടി എന്താ പറയാ? ചായ വന്നിട്ട് പറയാം. ഇതൊക്കെ നദീമിനെ അറിയുള്ളൂ, നമുക്കറിയാം. ഞാൻ എപ്പോഴും നബീലിനെ വിളിക്കണ പേരാണ് നദീം. എപ്പോഴും പേര് മാറും. നബീല് പെരീക്ക് വന്നു കഴിഞ്ഞാ നദീം വന്നിക്കണേ. എന്താ നദീം വർത്താനം പറയുന്നത്? അങ്ങനെ തന്നെയാണ്. സാധനം വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ കടിക്കൊന്ന് പോയി നോക്കുകയാണ്. സെലക്ട് ചെയ്യാം. ഓൾക്ക് വേണ്ടി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. സെലക്ട് ചെയ്യ്. കടി ഇഷ്ടം പോലെ കടികളുണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്ത് നോക്കാം.
ആ കാടമുട്ട ഒരു പ്ലേറ്റ് എടുത്താ. 2 പ്ലേറ്റ് എടുത്തോട്ടെ. ആ 2 പ്ലേറ്റ് കാടമുട്ട. 2 പ്ലേറ്റ് കാടമുട്ട. എന്നാടാ 1 പ്ലേറ്റ് മാട മുട്ട വേണം. നമ്മൾ 2 പ്ലേറ്റ് മുട്ട ആണല്ലേ? ആ എടാ 1 മുട്ടി മാട വേണം. മുട്ടി മാട വേണം. എടാ സുഗീനോടെ നമുക്ക് സാധനങ്ങൾ കൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കാം. കുറച്ച് റിസ്ക് ആണ്. നീ ഉണ്ടോ? ആണോ? സാധനങ്ങൾ ഗൈസ് കിട്ടാൻ കുറച്ച് ചടങ്ങാണ്. അവിടെ ഉമ്മയും മമ്മിയും എടാ ഇജി അങ്ങോട്ട് വാ ഗൈസ്. അവിടെ ഉമ്മയും മമ്മിയും സാധനങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. സാധനം എങ്ങനെ ഉണ്ട്? ചായ കുടിച്ചോ? ചായ കുഴപ്പമില്ല. അത് ചായ ബൂസ്റ്റാണത്, ചായ അല്ല. സുഗീനെ തീരില്ല ഗൈസ്. കാടമുട്ട എങ്ങനെ ഉണ്ട് നോക്കും അമ്മ? അതെന്താ ഇത് കാടമുട്ടയുണ്ട്. പിന്നെ സുഗീന പറഞ്ഞു. സുഗീനും മമ്മാക്ക്. പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, സമൂസ ഉണ്ട്. ഇത് മധുരല്ലാത്ത അതെന്താ? ആ വാ കൊണ്ടുവാ. ഇവിടെ വെക്ക്, ഇവിടെ വെച്ചൂട്. അത് മറ്റേതാണ് മമ്മ അതിൽ ഒപ്പിക്കുന്നല്ലേ? ഇത് സുഗീനാണ്. മമ്മ എന്തൊക്കെ തിന്നത്? ഞാന് മുട്ട തിന്നു. ഇത് സുഗീന് തിന്നു. സുഗീന എന്താ അവസ്ഥ? അത് നോക്കിയിട്ടില്ല. നല്ല രസമുണ്ട്. രസമുണ്ടാവും. നമ്മളോട് ഇങ്ങനത്തെ സ്ഥലമൊന്നുമില്ലല്ലേ ഇങ്ങനെ ഇത് കിട്ടണേ? അതായത് ഉണ്ട് ഒക്കെ ചെറുത് ഈ ഒരു വൈബിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ആയിരുന്നല്ലോ. അമ്പ നൈസായി. നബീലിന്റെ പേരെ ഗൈസ് ഇതിന് തൊട്ടടുത്ത് തന്നെ, അതായത് അവിടെ അതെ ആ ഫ്ലെക്സിന്റെ നേരെ ബാക്കിൽ വേണേ പറഞ്ഞോ. നബീലിന്റെ ചെലവാണ് വേണമെങ്കിൽ പറഞ്ഞോ. ഇല്ല നബീല പാടത്ത് കൂടെ അങ്ങോട്ട് കൊണ്ടു അന്ന വിട്ട തന്നെ. ഇജ്ജ് ഇവിടെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ വണ്ടിമ കയറി പോകും. ഇജോടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വണ്ടി ഇതില് മധുരമൊന്നുമില്ല. ഇതിലെന്താ ഉള്ളി എന്തൊക്കെ? അതെന്താണ്? മുളക് ബജിയാണ്. ഇതിന് മുക്കി നോക്കി നല്ല സഹീരം. എത്ര സുഖം കൊണ്ടുവന്നേന്? രാത്രി ചോറില്ല. ഇതാണ് ഞാനീ പോയി പറഞ്ഞോ. ആകെ ഒരു സുഖീനെ കൊണ്ടുവന്നിട്ടുള്ളൂ. ആ സുഖീന്റെ ബാക്കിയെല്ലാം കഴിഞ്ഞു. 3 മുട്ട വരെ കഴിഞ്ഞിട്ടില്ല. രാത്രി ചോറില്ലോ. ഞാൻ കാര്യം പറഞ്ഞ അതിൽ ചോറില്ല. എന്ത് ചെയ്യപ്പം അമ്മമ്മ വിനോദത്തിലാണ്. ആ തൊള്ളിയിൽ അതിനോട് പറയാനും വയ്ക്കില്ല. അമ്മ പോയി നോക്കിയോ? വാങ്ങിക്കടി വാങ്ങി ഉമ്മയും മമ്മി ചെന്നോണ്ട് നോക്കിയാണ് പോയി. ഓലോട് പറഞ്ഞപ്പോ തന്നെ അതന്നെ. അവിടെ എന്താണ് സാധനം വേണ്ടി പറഞ്ഞ ഓല് പറഞ്ഞ ഓല് എടുത്തു തരും. എങ്ങനെ ഇല്ല കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്താ വേണ്ടിയേ? അമ്മമ്മ ഉണ്ടോ? നമുക്ക് എന്തേലും പോയി സെലക്ട് ചെയ്തരാം. അമ്മക്ക് എന്താ വേണ്ടിയേ? ഗൈസ് ഉമ്മക്ക് വേറെന്തോ സാധനം കൂടി വേണം പറഞ്ഞേ. അപ്പൊ ചെന്ന് വാങ്ങി പോരല്ലേ? തപ്പി നോക്ക്. ഇതെന്താ ഈ ഇലയിൽ പോയി വെച്ചിരിക്കണ? എന്താ ഇലയുടെ വേണമ്മ? പൂവട എത്രണ്ണം വേണോ? ഉമ്മമാക്കും വേണോ? ഇലയുടെ 2 ഗൈസ് അവിടെ എല്ലാ സാധനം എടുത്ത് പോകുന്നേ. ഇനി ഏതേലും എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എടാ ഇവിടെ ഇനിയിപ്പോ ടെസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. മൊത്തം പൊറുക്കി പോകുന്നതാണ്. അല്ല ഈ മുളകോ അതും വേണം. അതോ വാങ്ങി പോകണ്ടോ? വെള്ളം അപ്പൊ ചായ കഴിഞ്ഞോ? ചായ വെള്ളം മതി. പച്ചവെള്ളം ഉണ്ടാവോ? പച്ചവെള്ളം ചൂടിന്റെ വെള്ളം ഉണ്ടാവും. മമ്മ എന്താ തോന്നുന്നു? മുട്ട. അത് മറ്റേ സാധനല്ലേ? എന്താണ് എന്തേലും പേരാണ്? പോക്കറ്റ് ഷവർമ. മുട്ട നമ്മൾ 3 മോട്ടാണ് നമ്മള് ചോറിലാന്ന് പറഞ്ഞിട്ടും അങ്ങനൊന്നുമില്ല. അതാ ഓല് നിൽക്കൂലപ്പോ. എവിടെ പഠിച്ചേ? അല്ല അത് ഏലപ്പനുണ്ടോ? വീഡിയോയിലുണ്ടല്ലോ. ഏതൊക്കെ എടുത്തതല്ലേ? വീഡിയോയിലുണ്ടായിരുന്നു കുഴപ്പമില്ല.
ഗൈസ് ഞങ്ങൾ എന്തൊക്കെ എടുത്ത സാധനങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. വീഡിയോസിൽ നോക്കേണ്ടി വരും എന്തൊക്കെ സാധനങ്ങൾ എടുത്തു. പിന്നെ പച്ചക്കായ് വജി നേരത്തെ കൂടി വേണേ. നേരത്തെ എന്താ നല്ല ഓർമ്മ ഉണ്ടോ? അപ്പൊ എനിക്ക് ബെന്നറിയോ? ബെന്നറിയോ എനിക്ക്? ഓനും പറയല്ലെങ്കിൽ ആണോ? എന്താണ് പേര്? പഠിച്ചോ? 3 ഈ വീഡിയോ കാണലുണ്ടോ? എന്നും കാണോണ്ടിട്ടോ? എത്ര വട്ടം ലൈക്ക് അടിച്ചു? എനിക്ക് ആരും ഇഷ്ടത്തില് ഏറ്റവും കൂടുതൽ ആരും ഇഷ്ടം? ഞാൻ എൻ്റെ അടുത്ത് പോരാ. അവൻ്റെ അടുത്ത് പോവാം. ഒറ്റക്ക് വന്നേ? ഒറ്റക്ക് വന്നേ? ഓലെ കണ്ടോ അവിടെ? ആരൊക്കെയാണ് ഉമ്മച്ചി കണ്ടോ? ചായ വേണോ എനിക്ക്? എന്താ കടിയെന്ന് ഞാൻ കടി ചിക്കൻ റോള്. ചിക്കൻ റോളോ? ഏതായാലും ചെക്കൻ ആ കുറവായി ഗൈസ്. സെൽഫി എടുത്ത് കൊടുക്കും. അതെ ചെക്കൻ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ ഗൈസ്. ആ ഊടിച്ചോ കഴിഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ? മതിയോ? ഐസ്ക്രീം ഇവിടെ ശരി ഞങ്ങള് ശ്രദ്ധിച്ചത് സാധനത് ഐസ്ക്രീം. ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാത്തത്. അതെ മനസ്സിലായില്ലേ? ഇപ്പൊ കൊണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. അതെ അതെ മതിയല്ലോ. കൊല്ലണ്ടടാ. ഉമ്മാനോട് വേറെ എന്തെങ്കിലും ആണെന്ന് ചോദിച്ചാൽ പേടിയാണ് സത്യത്തില്. കുറച്ച് വെള്ളം കൊണ്ടുവന്നേരും. കുറച്ച് വെള്ളം കുഴപ്പമില്ല. എടാ ഇതിന് വല്ല ലിസ്റ്റ് ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് വല്ല ലിസ്റ്റ് ഉണ്ടോ? അത് ഞങ്ങളുടെ പറയണം. പറയണം ഒരു ഐഡിയ അല്ലേ ഗൈസ്. ഇല്ലാത്ത ഭക്ഷണങ്ങൾ 4 ആൾ ഇവിടെ നിന്നോളി. അല്ല കണക്കൂട്ടിയോക്ക് മുട്ട 4 അല്ലേ? മുട്ട 4. ആ മുട്ടന്റെ പ്ലേറ്റ് ഒക്കെ ഒരുമിച്ചേക്കാം. മുട്ട 4, 2 ചട്നി. അത് ഫ്രീ അല്ലേ? ചട്നി ഫ്രീ ആണ്. പിന്നെ ഇത് ഇവിടെ വന്നിട്ട് നാണം കെടുത്തിട്ട് ഗൈസ്. ചട്നിക്ക് പൈസ ഉമ്മ ചട്നിക്കൊന്നും പൈസ കൊടുക്കണ്ട. ചട്നി ഫ്രീ ആണ്. മുട്ട 4 ഇടാം. അതിൽ ഇമ്മമ്മ ഒരു പ്ലേറ്റ്, അതിന്റെ പൈസ ഉമ്മമ്മ വെക്കേണ്ടി വരും. പ്ലേറ്റ് ഒന്നിങ്ങനെ വെച്ചാൽ മതിയല്ലോ. ഞാൻ 2 മുട്ട എടുത്തു. ഉമ്മമ്മ 2 മുട്ട. 2 മുട്ട എടുത്താലും കൈയിട്ട് കയ്യില് കൈയിട്ടോ പൈസ വെക്കേണ്ടി വരും. അതിനെന്താ ഞാൻ ഇത്ര ആക്കി കൊടുത്തു ഒരു കൊണ്ടുപോയാൽ മതി. അത്ര ആയി കൊടുത്തു. ആര് കൊണ്ടുപോകാന്? കണക്ക് പറഞ്ഞു കൊടുക്കണേ. കണക്ക് പറഞ്ഞു നമ്മളെന്താ കഴിച്ചേ? കണക്കൊന്നും ഒരു കലത്തപ്പം. വല്യമാന ആൾക്കാർ അതിന്റെ ഇടയിൽ ഇമ്മാനെ ആരും നോക്കണം പാടല്ല. മൈൻഡും പോലെ വെക്കണില്ല ഉമ്മാനെ. കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. ഇമ്മമ്മ വരുന്നുണ്ട് കേട്ടോ. ഇമ്മമ്മയുടെ നല്ല ചർച്ചയില്ല. ആ വരുന്നുണ്ട്. അറിയാവോ? ഇല്ലല്ല വരുന്നുണ്ടോ? നബീലുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. എസ്കോട്ട് നടക്കുകയാണ്. അതെ ആൾക്കാർ കൂടിയിട്ട്. ഐസ്ക്രീം ആണോ? മമ്മാക്ക് ഐസ്ക്രീം ആണോ? എന്നാലും ചെറുതായിട്ട് പല്ലൊക്കെ ഒന്ന് വറച്ചോട്ടെ. മാണ്ടേ 4 തൊണ്ടേനെ നബീല് വേണ്ടി വരും. ലാസ്റ്റ് ചാൻസ് ആണ്. എടാ ഞാൻ ഇതിന്റെ ചെറിയൊക്കെ വീങ്ങീന് ഐസ്ക്രീം വന്നിട്ടോ? ഇന്നാളും മമ്മ ഒരു ദിവസം ഐസ്ക്രീം നിന്നിട്ട് ചെറിയൊക്കെ വീങ്ങി എന്നാ പറയുന്നത്. അതിനുശേഷം മമ്മക്ക് ഐസ്ക്രീം വേണ്ട ഗൈസ്. ഉമ്മാക്ക് പിന്നെ ഒക്കെ പോകും. അങ്ങനൊന്നുമില്ല. പോകും. ചെറിയ ആൾക്കാരല്ല, വലിയ ആൾക്കാർ വരെ വല്യമ്മക്ക് ഫാൻസുകളുണ്ട്. അപ്പോൾ ഇമ്മാക്ക് ഇവിടെ ആരുമില്ല. ഗൈസ് ഈ കാക്കാനൊക്കെ പേരെ ഇവിടെ കേട്ടോ. മുമ്പനൊക്കെ നമ്മളെ വീഡിയോ കാണലുണ്ട്. കാക്ക നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒക്കെ കാണില്ലേ? നിങ്ങൾ കാണാൻ പറയട്ടോ.
എല്ലാവരോടും കാണാൻ പറയും വീട് പണി ചെക്കന്മാരെ കാണാൻ അതിപ്പോ ഇങ്ങനെ നിക്കാണ് എന്തേലൊക്കെ കാട്ടണം അങ്ങനെ അതല്ലേ ഇമ്മാനാർക്കും വേണ്ട ഇമ്മാനാർക്കും വേണ്ട പണിയൊക്കെ അപ്പൊ പോസ്റ്റ് ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് മാറ്റാൻ നായ്ക്കളെന്നൊക്കെ വിളിക്കുന്നുണ്ട് നേരെ നബീലിന്റെ പെരിയിലൊക്കെ കണ്ടല്ലേ നബീലിന്റെ പെരി കയറിയിട്ട് നേരെ ഞങ്ങളിപ്പോ നബീലിന്റെ പെരിയിലെത്തിട്ടോ നബീലിന്റെ പെരിയിലെത്തിപ്പോ ഇവിടുന്ന് എവിടുന്നൊക്കെയെന്ന് അറിയില്ല ഗൈസ് ആകെ ആൾക്കൂട്ടം അതായത് പറഞ്ഞു വരുമ്പോ ഏതൊക്കെ കുടുംബം ഞങ്ങളെ കുടുംബക്കാരൊക്കെയാണ് ഗൈസ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ ചെക്കന്മാരട്ടോ എടാ ഞങ്ങളെ പേരൊക്കെ എവിടെ ഇവിടെ തന്നെ ഇത് കണ്ടില്ല ആകെ ആൾക്കൂട്ടം എവിടുന്നാ എന്തൊക്കെയാന്ന് അറിയില്ല നബീലെ എന്താണ് എനിക്ക് പറയാനുള്ളത് ഇജ്ജ് പ്ലാൻ ചെയ്താണോ അവിടെ ഞാൻ പ്ലാൻ ഞാൻ ഇവിടെ വന്നപ്പോ പാനിയും മാനും എല്ലാരും കാണിച്ചു ഓലൊക്കെ കണ്ടു എല്ലാരും കണ്ട് പിന്നെ ഇപ്പം ഈ ഓരോരുത്തരെയും വിളിക്കൽ തുടങ്ങി അങ്ങനെ ഇങ്ങനെ അയലൊക്കെക്കാരൊക്കെ ഞങ്ങൾ കുടുംബമായി മാറി അതല്ലേ ഞങ്ങള് വളഞ്ഞാണ്ട് ഒരു കുടുംബമാണ് ഗൈസ് അതേ guys. വളഞ്ഞു വന്നിട്ട് ഇതൊക്കെ ഇവിടുത്തെ ചെക്കന്മാരട്ടോ ഇത് നബീലിന്റെ അനിയം അല്ലേ എന്താ ചങ്ങായി ഇത് നബീലിന്റെ ഏറ്റവും ചെറിയ അനിയം ഇവന്റെ കൂട്ടുകാരന്മാർ ഇത് നടുവത്തെ അനിയം പെങ്ങളുണ്ട് ആണോ ഇതൊക്കെ നബീലിന്റെ അനിയന്റെ കൂട്ടുകാരന്മാരില്ലേ ഇത് മൂത്താപ്പാന്റെ എടുക്കണ മൂത്താപ്പന്റെ എടുക്കാനാ ഗൈസ് നബീലിന്റെ മൂത്താപ്പന്റെ എടുക്കാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഇനി ഗൈസ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കണം കുറെ നേരമായിട്ടോ മൈരി ബാങ്ക് കൊടുത്തപ്പോ ഞങ്ങൾ കയറിയാണ് ഇപ്പൊ ഏകദേശം ഇഷാ ബാങ്ക് കൊടുക്കാൻ ടൈമായി ഇതിന്റെ ആൾക്കാർ കഴിഞ്ഞിട്ടില്ല മുന്നേ വണ്ടി വെച്ചിട്ട് വണ്ടി ആണെന്ന കാരണമാണ് വിളിച്ചത് മുന്നേന്റെ വണ്ടി നമ്മളെ അടുത്താണ് വേറെ സ്ഥലത്തേക്ക് പോയിക്കല്ലോ ഓന്റെ വണ്ടി നമ്മളെടുത്താണ് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകുന്നത് ടൈം എത്ര ഏഴ് അമ്മ ഇറങ്ങല്ലേ പെണ്ണിന് മുതലായില്ലേ നമ്മളീ നബീലിന്റെ ആരൊക്കെ കണ്ടു എല്ലാരും കണ്ടു ഞങ്ങൾ പോയിട്ടോ ഇറങ്ങട്ടെ